ഓരോ വിശ്വാസിയും ഒരു പുതുവർഷത്തിലേക്ക് കടക്കാനിരിക്കുകയാണ്. അതിനു മുമ്പായി അള്ളാഹു സംവിധാനിച്ച ഈ ഒരു ദുൽഹിജ്ജ മാസത്തെ പറ്റി നാം ആലോചിക്കേണ്ടതുണ്ട്. ഈ ആദ്യ 10 ദിവസത്തിനെ പറ്റി അള്ളാഹു സൂചിപ്പിച്ച തന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിനങ്ങൾ എന്നാണ്. അതാണല്ലോ ഖുർആനിൽ അള്ളാഹു പറയുന്നത്, വൽ ഫജ്ർ വലയാലിൻ അശ്ർ. ഖുർആനിലെ ചില സന്ദർഭങ്ങളുണ്ട്, അത് ഏറ്റവും ഊന്നി പറയുന്ന ചില സന്ദർഭങ്ങളാണ്. അതായത് ഖുർആനിൽ സത്യം പിടിച്ച് പറയുന്ന ചില വാക്കുകൾ, ആ വാക്കുകൾക്ക് നല്ലോണം മഹത്വമുണ്ട്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്, വൽ ഫജ്ർ വലയാലിൻ അശ്ർ. വൽ ഫജ്റിൻ്റെ ആശയമായിട്ട് ഇവിടെ മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ ദിവസത്തിൻ്റെ ഫജ്ർ എന്നാണ്. അതുപോലെ തന്നെ വലയാലിൻ അശ്ർ, ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാനുള്ള ആ 10 ദിനരാത്രങ്ങളായാണ് ഇവിടെ നമ്മളത് കാണേണ്ടത്. അതുകൊണ്ടാണ് അത്രത്തോളം മഹത്വവൽക്കരിച്ച് ആ 10 രാത്രങ്ങളെ പറഞ്ഞത്. അതാണല്ലോ അനസ് റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ 1000 ദിവസങ്ങളോളം, അറഫ ദിവസം 10000 ദിവസങ്ങളോളം മഹത്വമുണ്ടെന്ന്. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ വളരെ മഹത്തരമായതാണ്. സൂറത്തുൽ ഫജ്ർ ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. ആദ്യത്തെ 9 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ട്. അതാണല്ലോ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട് അത്തർഗീബ് വത്തർഹീബ് എന്ന കിതാബിൽ. അവിടെ നിന്ന് ഈ 10 ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് സൽപ്രവർത്തനങ്ങളിലായി മുഴുകാറുണ്ടായിരുന്നു എന്നാണ്. ദുൽഹിജ്ജ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് അത് ഊന്നി പറയേണ്ട ഒരു വാക്കുണ്ട്, ഹജ്ജ് എന്ന് പറയുന്ന വാക്ക്. ഹജ്ജ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒന്നിലേക്ക് ലക്ഷ്യം വെച്ചുള്ള യാത്ര എന്നാണ്. ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ ദുൽഹിജ്ജ മാസത്തിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്ത് എത്തിയ സ്ഥലത്ത് പ്രധാനപ്പെട്ട മഹത്വമേറിയ സ്ഥലങ്ങളുണ്ട്. അതിനൊക്കെയും പരിഗണിച്ചുകൊണ്ട്, അതിനൊക്കെയും ഏറ്റവും ബഹുമാനത്തോടെ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നത്. പ്രധാന ദിവസങ്ങളിൽ ഒന്നാണല്ലോ അറഫ ദിവസം. അറഫ ദിവസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അല്ല ഹജ്ജു അറഫ എന്നാണല്ലോ ഹദീസുകളിൽ കാണാം, അറഫ ദിവസം നോമ്പ് നോറ്റൊരുത്തൻ അവൻ്റെ വരാനിരിക്കുന്ന 1 വർഷത്തെ ദോഷവും കഴിഞ്ഞു പോയ 1 വർഷത്തെ ദോഷവും കൊടുക്കുന്ന ഹദീസിൽ കാണാം. ഇങ്ങനെ വലിയ പ്രാധാന്യമാണ് അറഫ ദിവസത്തിനുള്ളത്. അതിലുപരി മാനവിക ഐക്യത്തിൻ്റെ മഹാസന്ദേശമാണ് അറഫ ഭൂമി വിളിച്ചോതുന്നത്. രാജാക്കന്മാരും മന്ത്രിമാരും സേവകന്മാരും തൊഴിലാളികളും യാതൊരു വിവേചനവുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സുന്ദര ഭൂമിയാണ് അറഫ. അതുപോലെ തന്നെ ബലിപെരുന്നാൾ ദിവസത്തിൻ്റെ മനോഹാരിത, അത് വല്ലാത്തൊരു രസത്തിൻ്റെ ദിവസമായിട്ടാണ്, ആഘോഷത്തിൻ്റെ ദിവസമായിട്ടാണ് ലോക മുസ്ലിങ്ങൾ കാണുന്നത്. എന്നെ ഏറ്റവും ആകർഷിച്ച, എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു ചിത്രമാണ് കഴിഞ്ഞ ബലിപെരുന്നാളിന് ഫലസ്തീൻ ജനത അത്രയ്ക്ക് പ്രയാസം ഉണ്ടായിട്ടും അത്രയ്ക്ക് ത്യാഗം അനുഭവിക്കുന്ന ഘട്ടത്തിലും പരിശുദ്ധമായ ആ ദിവസത്തെ നല്ല രീതിയിൽ ഏറ്റെടുത്ത ആ ഒരു ചിത്രം നല്ല രീതിയിൽ ആയത്തിലേറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നാമ്പുറം അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു ബലിപെരുന്നാൾ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് ത്യാഗത്തിൽ ചാലിച്ച വലിയൊരു കഥ അതിൻ്റെ പിന്നിലുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ആ ചരിത്രം നമ്മൾ വിളിച്ചോതുന്നുണ്ട്. ബലിപെരുന്നാളിൽ നമ്മൾ ഓർക്കുന്ന തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ത്യാഗസ്മരണകളാണ്. അങ്ങേയറ്റത്തെ പരീക്ഷണങ്ങൾ സഹിച്ച, ത്യാഗങ്ങൾ സഹിച്ച മഹാമനീഷിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട സംഭവം പോലും ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിലുണ്ട്. അവിടെ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽന യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബിക്ക് സംരക്ഷണം ഒരുക്കുന്നത്. വാർദ്ധക്യകാലത്താണ് അല്ലാഹു ഇബ്രാഹിം നബിക്ക് ഒരു കുഞ്ഞിനെ നൽകുന്നത്. വാർദ്ധക്യകാലത്ത് കനിഞ്ഞു നൽകിയ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ വീണ്ടും അല്ലാഹു അറുക്കാൻ കൽപ്പിക്കുകയാണ്. മകനും വാപ്പയും ഒരുപോലെ അള്ളാഹുവിൽ അങ്ങേയറ്റം വിശ്വസിച്ചു, അള്ളാഹു എന്ന ചിന്ത അള്ളാഹുവിൽ അങ്ങേയറ്റം വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് മകനെ അറുക്കാനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇന്ത്യയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്നാണ് പരീക്ഷണത്തിൽ അങ്ങ് വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തിൽ നിന്ന് ഒരാടുമായി വരുന്നത്. ആര് കൊണ്ടുവന്നതിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ പിന്നെ നമ്മൾ ഉഹിയ്യത്ത് കർമ്മം ആ ഉഹിയ്യത്ത് കർമ്മം ഇന്ന് ദുൽഹിജ്ജ മാസം പിറന്നാൽ തന്നെ ആ അറവ് നടക്കേണ്ട മൃഗങ്ങളെ കണ്ടാൽ അള്ളാഹുവിനെ സ്മരിക്കണം. തുടർന്നുള്ള ഓരോ പ്രവർത്തനങ്ങളിലും അള്ളാഹുവിനോട് ഒന്നും കൂടി അടുപ്പം കാണിക്കലാണ് ഉണ്ടാകുന്നത്. ഒരിക്കൽ സഹാബത്ത് ചോദിക്കേണ്ടായി, എന്തിനാണ് നബിയെ ഞങ്ങളിങ്ങനെ അറവ് നടത്തുന്നത്? അപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി,
സുന്നാബിക്കും ഇബ്രാഹിം, ഇത് നിങ്ങളുടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചര്യയാണെന്നാണ്. വീണ്ടും ചോദിച്ചു, ആ ചര്യയിലൂടെ എന്താണ് നമുക്കുള്ള ഉപകാരം? അപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി, ഇതിൻ്റെ ഓരോ രോമങ്ങളുടെയും പ്രതിഫലം നിങ്ങൾക്ക് നാളെ ആഖിറത്തിൽ വലിയ പ്രതിഫലമായി ലഭിക്കണം. ഇങ്ങനെ ഇസ്ലാമിക പാഠം എന്തൊരു മനോഹരമാണ്. നമുക്ക് ഭൗതികമായൊരു കാഴ്ചപ്പാടിൽ കാണുകയാണെങ്കിൽ തന്നെ വലിയൊരു നേട്ടമാണ് ഇവിടെ ലഭിക്കുന്നത്. ആഘോഷ സമയത്ത് പോലും പാവങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള, പാവങ്ങളിലേക്ക് സ്നേഹം കൈമാറുക എന്നുള്ള. കാരണം നമ്മൾ ഈ അറിവ് മൂലം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ആഘോഷത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന ഒരു ധർമ്മമാണ്. അവരിലേക്കും നമ്മൾ ഇറച്ചികൾ അല്ലെങ്കിൽ മാംസത്തെ കൈമാറുന്നു. അവരും ആ ദിനം സന്തോഷ പുളകിതരാവുന്നു. ഇത് എത്രത്തോളം എന്ന് വെച്ചാൽ സ്നേഹം കൈമാറുന്ന ഈ ദിവസമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഉളുഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയമാണ് ദുൽഹിജ്ജ് 1 മുതൽ അറവ് നടത്തുന്നതുവരെ ശരീരത്തിലെ രോമങ്ങളും നഖങ്ങളൊക്കെ എടുക്കാതിരിക്കുക എന്നുള്ളത്. അതിനുള്ള കാരണമായിട്ട് ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ പറയുന്നത്, എല്ലാ രോമങ്ങളും നഖങ്ങളൊക്കെ അറവിന് സാക്ഷിയാകുന്നത് പാപസുരക്ഷിതത്വം തേടുന്നതാണ്. ഉളുഹിയ്യത്ത് ഇവിടെ ചർച്ചയാകുമ്പോൾ അതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ് അറുക്കപ്പെടേണ്ട മൃഗങ്ങൾ ഏതാണെന്നുള്ളത്. ആടുമാട് ഒട്ടകാണല്ലോ നമ്മൾ പറയുന്നത്. പക്ഷേ അതിലും ഏറ്റവും ഊന്നി പറയേണ്ട ഒരു വിഷയമാണ് ആ മൃഗം തന്നെ ഏത് രൂപത്തിലുള്ളതാണ്. അപ്പം അതിനെക്കുറിച്ചൊരു ചർച്ച തന്നെ ആവേണ്ടതുണ്ട്. ഒരു വലിയ വൈഡായൊരു വിഷയമാണ്. നിങ്ങൾ ഉളുഹിയ്യത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കുക. കാരണം ഏറ്റവും ഭയാനകമായ ആ സിറാത്ത് വേളയിൽ നിങ്ങൾക്കുള്ള വാഹനമാണ് മൃഗമുണ്ട്. കൂടാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ഉളുഹിയ്യത്തിനെ തിരഞ്ഞെടുക്കാൻ പാടില്ലാത്ത ചില മൃഗങ്ങളെക്കുറിച്ച്. മജ്ജയില്ലാത്ത, മെലിഞ്ഞൊട്ടിയ മൃഗങ്ങൾ, രോഗങ്ങളുള്ള മൃഗങ്ങൾ തുടങ്ങിയ അയ്ബുള്ളതിനെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. കൂടാതെ ഏറ്റവും നല്ലതായ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഈ ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പോൾ വിദേശത്തുള്ളവർക്ക് വേണ്ടി ഉളുഹിയ്യത്ത് അറുക്കുമ്പോൾ അവരുടെ രാജ്യത്തെ സമയം പാലിക്കണമെന്നുണ്ടോ? അല്ല നമ്മുടെ രാജ്യത്തെ സമയം അനുസരിച്ച് ഉളുഹിയ്യത്ത് അറുത്താൽ മതിയാകുമോ? പൊതുവെ കർമ്മം നിർവഹിക്കുന്നിടത്തെ സമയമാണ് പരിഗണിക്കേണ്ടത്. അതനുസരിച്ച് വിദേശത്തുള്ളവരുടെ ഉളുഹിയ്യത്ത് അറുക്കുകയാണെങ്കിലും നാട്ടിലെ സമയം പരിഗണിച്ച് ഉളുഹിയ്യത്ത് കർമ്മം നിർവഹിച്ചാൽ അയാളുടെ ഉളുഹിയ്യത്തായി അത് വിടുന്നതാണ്. ലിക്കുല്ലി ജദീദിൻ ലദ്ദത്ത്, ഏതൊരു പുതുമയിലും ഒരു മാധുര്യമുണ്ട്. പരിശുദ്ധമായ മുഹറം മാസമാണ് നമ്മിലേക്ക് വരാൻ പോകുന്നത്. ഈ ദുൽഹിജ്ജ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി ആ മുഹറത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. വയുസാരിയൂന ഫിൽ ഖൈറാത്ത് എന്ന ആ ഒരു വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.